ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന 2 ആളുകൾ ഇപ്പോഴും നിലവിൽ വാർഡ് മെമ്പർമാരാണ്. നിരവധി ജനപ്രതിനിധികൾ വിവിധ തലങ്ങളിലുള്ള പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയും പ്രവർത്തകരെല്ലാം ഉണ്ട്. ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഇന്ന് രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര ശക്തിയായിട്ടുള്ള കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാം അതിൻ്റെ സൂചനകൾ നൽകുന്ന നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള വർഗീയതയെ ചെറുക്കാൻ കഴിയുന്ന, ഫാസിസത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിക്കണം. അതിന് ഇന്ന് KPCC പ്രസിഡന്റും UDF കൺവീനറും അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കളും അടക്കമുള്ള ആളുകളുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ KPCC ആസ്ഥാനത്തിലേക്ക് പോയി അവരുമായി ചർച്ച നടത്തുകയാണ്. അവരുമായി സഹകരിക്കാനും കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI സംബന്ധിച്ച് കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, കേരള മോഡൽ വികസനം, സഹോചിത മേനോന്റെ വികസനം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ പിൻബലത്തിലാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന CPIക്ക് 7 വർഷക്കാലത്തിലധികം പിന്നീട് PKVക്കും കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൽ ഭൂപരിഷ്കരണവും അതുപോലെ തന്നെ ലക്ഷം വീട് പദ്ധതിയും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക വ്യവസായ മേഖലയിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മാറ്റം കോൺഗ്രസുമായി നിന്നപ്പോഴാണ്. അതുകൊണ്ട്